ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പുതുവർഷത്തിൽ കാത്തിരിക്കുന്ന പ്രധാന ടൂർണമെന്റുകളിൽ ഒന്നാണ് ചാമ്പ്യൻസ് ട്രോഫി. പാകിസ്ഥാൻ ആതിഥേയരാവുന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന്റെ ഷെഡ്യൂൾ കഴിഞ്ഞ ദിവസമാണ് ICC പുറത്തുവിട്ടത്. പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യ തയ്യാറാവാതെ ഇരുന്നതോടെ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റി ഹൈബ്രിഡ് മോഡലിൽ ടൂർണമെന്റ് നടത്താമെന്നാണ് ധാരണയായിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി വളരെ നിർണായകമാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടേണ്ടത് അഭിമാന പ്രശ്നമാണെന്ന് തന്നെ പറയാം. രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇന്ത്യ കളിക്കുന്ന അവസാന ICC ട്രോഫി ടൂർണമെന്റ് ആയിരിക്കും ഇതെന്ന് പറയാം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും മികച്ച ടീമിനെ തന്നെ ഇന്ത്യക്ക് കളത്തിലിറക്കേണ്ടതായുണ്ട്. മികച്ച താരനിര ഇന്ത്യക്ക് ഉണ്ടെങ്കിലും മികച്ച ചിലരെ കൂടി ഇന്ത്യക്ക് ടീമിലേക്ക് കൊണ്ടുവരേണ്ടതായുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന T20 പരമ്പരയുണ്ട്. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ ഏകദിന അരങ്ങേറ്റത്തിന് അവസരം നൽകാൻ സാധ്യതയുള്ള 3 താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നിതീഷ് കുമാർ റെഡ്ഡിയാണ്. ഇന്ത്യ ഏകദിനത്തിൽ അരങ്ങേറ്റത്തിന് അവസരം നൽകാൻ കൂടുതൽ സാധ്യതയുള്ള താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി. ബലം കയ്യൻ മീഡിയം പേസ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ നിലവിൽ ഇന്ത്യക്കായി T20ലും ടെസ്റ്റിലും സജീവമാണ്. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പര കളിക്കുകയാണ് യുവതാരം. അതിവേഗതയിൽ റൺസ് ഉയർത്താനും പന്തുകൊണ്ട് ഇമ്പാക്ട് സൃഷ്ടിക്കാനും നിതീഷിന് കഴിവുണ്ട്. ഇന്ത്യയുടെ മീഡിയം പേസ് ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യ സമീപകാലത്തായി ഏകദിനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മറ്റൊരു പേസ് ഓൾറൗണ്ടറെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഇന്ത്യ വിളി നൽകാനുള്ള സാധ്യത കൂടുതലാണ്. ഇംഗ്ലണ്ട് പരമ്പരയിലൂടെ താരത്തിന്റെ അരങ്ങേറ്റം പ്രതീക്ഷിക്കാം. മധ്യനിരയിൽ ഇന്ത്യയുടെ മാച്ച് വിന്നറായി മാറാൻ കഴിവുള്ള ബാറ്റ്സ്മാനാണ് നിതീഷ് കുമാർ. എന്തായാലും ഇന്ത്യ നിതീഷ് കുമാറിന് വൈകാതെ ഏകദിന അരങ്ങേറ്റത്തിന് അവസരം നൽകുമെന്ന് തന്നെ പറയാം. രണ്ടാമത് യശസ്വി ജയ്സ്വാൾ ആണ്. ഇന്ത്യയുടെ ഇടം കയ്യൻ ഓപ്പണറാണ് യശസ്വി ജയ്സ്വാൾ. T20ലും ടെസ്റ്റിലും ഇന്ത്യക്കായി മിന്നിക്കാൻ ജയ്സ്വാളിന് സാധിക്കുന്നുണ്ട്. എന്നാൽ ഏകദിനത്തിലേക്ക് താരത്തിന് ഇതുവരെ വിളിയെത്തിയിട്ടില്ല. നിലവിൽ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്നാണ് ഇന്ത്യക്കായി ഏകദിനത്തിൽ ഓപ്പൺ ചെയ്യുന്നത്. ഈ കൂട്ടുകെട്ട് മോശമല്ലാത്ത പ്രകടനവും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ ജയ്സ്വാളിനെ ഇന്ത്യ ഏകദിനത്തിലേക്ക് പരിഗണിച്ചിട്ടില്ല. അതേസമയം ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഇന്ത്യക്ക് ജയ്സ്വാളിനെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ജയ്സ്വാളിന് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലൂടെ അരങ്ങേറിയേക്കും. ഇടംകയ്യൻ താരം അതിവേഗതയിൽ റൺസ് ഉയർത്താൻ കഴിവുള്ളവനാണ്. പേസിനെ സ്പിന്നിനെ ഒരുപോലെ നേരിടാൻ ജയ്സ്വാളിന് ശേഷിയുണ്ട്. ദുബായിലെ സാഹചര്യത്തിൽ തിളങ്ങാൻ കെൽപ്പുള്ള ബൗളറാണ് ജയ്സ്വാൾ. മൂന്നാമത് ഹർഷിത് റാണയാണ്. ഏകദിനത്തിൽ ശക്തമായ ബൗളിംഗ് കരുത്ത് ഇന്ത്യക്കുണ്ട്. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവർ കരുത്ത് പകരുമ്പോൾ മൂന്നാമനവൻ ഇപ്പോൾ മികച്ചൊരു താരമില്ല. ഈ സാഹചര്യത്തിൽ ഹർഷിത് റാണയെ ഇന്ത്യ ഏകദിനത്തിലേക്ക് പരിഗണിച്ചേക്കും. ഇന്ത്യ വളർത്താൻ ആഗ്രഹിക്കുന്ന യുവ പേസർമാരിൽ ഒരാളാണ് ഹർഷിത് റാണ. ഗംഭീറും ഹർഷിതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹർഷിതിന്റെ ഏകദിന അരങ്ങേറ്റം വൈകില്ല.